എല്ലാവർക്കും വണ്ടർ എലമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അറബി ക്ലാസ്സിൻ്റെ പാർട്ട് 25 മാത്രമല്ല ഇന്ന് നമ്മൾ 3rd യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാണുന്നവർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്ന ഓരോ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിക്കൊണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് അതിനെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, എന്നാൽ നമുക്ക് എന്താവാം ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നിങ്ങൾക്കൂടെ കാണാൻ കഴിയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ തുടക്കമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അൽ വഹദത്തു സാലിസത്തി, മൂന്നാമത്തെ യൂണിറ്റ്. ഓക്കെ, അതിൻ്റെ യൂണിറ്റിൻ്റെ പേര് ഇപ്പം എന്താണ്? സഖാഫത്തുൽ കൈരള എന്നാണ്. മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് സഖാഫത്തുൽ കൈരള, കേരളീയ സഖാഫത്ത് എന്ന് പറഞ്ഞാൽ സംസ്കാരം, അൽ കൈരള കേരളത്തിൻ്റെ സംസ്കാരം. ഓക്കെ, സഖാഫത്തുൽ കൈരള കേരളത്തിൻ്റെ സംസ്കാരം. ഓക്കെ, അതിൽ ടോട്ടൽ 4 ചാപ്റ്ററാണ് ഉള്ളത്. അതിൽ ഫസ്റ്റത്തെ ചാപ്റ്റർ ഹലാവത്തു സ്വദാഖത്തി. ഓക്കെ, ഹലാവത്ത് മാധുര്യം, സ്വദാഖത്തി എന്ന് പറഞ്ഞാൽ ചങ്ങാതിത്യം അല്ലേ? നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവില്ലേ, അതിന് ചങ്ങാതിമാർ എന്താ ചങ്ങാതിത്യം എന്നൊക്കെ നമ്മൾ പറയും, ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഹലാവത്തു സ്വദാഖത്തി. ഫ്രണ്ട്ഷിപ്പിൻ്റെ മാധുര്യം, ചങ്ങാതത്തിൻ്റെ മാധുര്യം. ഹലാവത്തു മാധുര്യം, അസ്വദാഖത്തി ഫ്രണ്ട്ഷിപ്പിൻ്റെ മാധുര്യം. പിന്നത്തെ എന്താണ്? അൽ കൈരള, സെക്കൻഡ് ചാപ്റ്ററാണ് അൽ കൈരള കേരളം എന്നാണ്. മൻലൂമ്, അതൊരു കവിതയാണ്. ഫസ്റ്റത്തെ ചാപ്റ്റർ ഒരു ചെറിയൊരു ഹിക്കായത്ത് കുറിപ്പാണ്. ഓക്കെ, പിന്നെന്താണ്? അതിൽ 3-ാമത്തെ ചാപ്റ്റർ ലുഗത്തുൻ ഹൽവുൻ, മാധുര്യമായ ഭാഷ. അത് ഖുത്ബത്തിന്, അതൊരു പ്രസംഗമാണ്. ഓക്കെ, അതിന് 4-ാമത്തെ ചാപ്റ്റർ ഏതാണ്? അസ്സഈമുൽ അബ്ഖരി. സഈം എന്ന് പറഞ്ഞാൽ നേതാവ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനായിട്ട് പറയണേ നേതാവ് എന്നൊക്കെ അറിയില്ലേ, നേതാവ്, പ്രഗത്ഭനായ നേതാവ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതിൽ മൊത്തം 4 ചാപ്റ്ററാണ് ഉള്ളത്. ഹലാവത്തു സ്വദാഖത്തി, പിന്നെ അൽ കൈരള എന്ന ചാപ്റ്റർ, പിന്നെ ലുഗത്തുൻ ഹൽവത്തുൻ എന്നത്, അസ്സഈമുൽ അബ്ഖരി എന്നൊരു ചാപ്റ്ററുമാണ്. ഓക്കെ, സഈം എന്ന് പറഞ്ഞാൽ നേതാവ്. ഓക്കെ, ഇനി ഫസ്റ്റത്തെ ചാപ്റ്ററാണ് അൽ ഹലാവത്തു സ്വദാഖത്തി. ഓക്കെ, ചങ്ങാതത്തിൻ്റെ മാധുര്യം എന്ന ചാപ്റ്ററാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ഹലാവത്തു സ്വദാഖത്തി, ചങ്ങാതത്തിൻ്റെ മാധുര്യം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പാരഗ്രാഫ് നോക്കാം. ഹുന തഹ്ത ഹാദിഹിൽ ഷജറത്തി ഇസ്തറഹ് യാ ഹബീബി. ഒരാൾ പറയാണ്, ഹുന ഇവിടെ, തഹ്ത ഹാദിഹിൽ ഷജറത്തി, തഹ്ത എന്ന് പറഞ്ഞാൽ താഴെ, ഹാദിഹി എന്ന് പറഞ്ഞാൽ ഇത്, ആ ഷജറത്തി എന്നാൽ മരം. ഹുന തഹ്ത ഹാദിഹി ഷജറത്തി, ഈ മരത്തിൻ്റെ താഴെ പറയാണ്. ഹുന ഇവിടെ, തഹ്ത ഹാദിഹി ഷജറത്തി, ഈ മരത്തിൻ്റെ താഴെ, ഇസ്തരിഹ് യാ ഹബീബി, എൻ്റെ ഹബീബെ നീ എന്താവ്, എൻ്റെ കൂട്ടുകാരാ, നീ ഇസ്തരിഹ്, നീ വിശ്രമിക്ക്. സ്തറഹ എന്ന് പറഞ്ഞാൽ വിശ്രമിച്ചു. ഇസ്തരിഹ്, നീ വിശ്രമിക്കൂ. യാ ഹബീബി, എൻ്റെ കൂട്ടുകാരാ നീ വിശ്രമിക്കൂ. ഓക്കെ, ഹുനാ തഹ്ത ഹാദിഹി ഷജറത്തി, ഈ മരത്തിൻ്റെ ചുവട്ടിൽ, ഇസ്തരിഹ് നീ വിശ്രമിക്കൂ. യാ ഹബീബി, എൻ്റെ സഹോദര നീ എന്താകൂ, ഈ മരത്തിൻ്റെ ചുവട്ടിൽ എന്താവൂ, ഇവിടെ നീ വിശ്രമിക്കൂ. സഅർജിഉ ഫൗറൻ, സഅർജിഉ ഞാൻ എന്താവും, ഐ വിൽ ബാക്ക്, ഞാൻ തിരിച്ചു വരാം, തീർച്ചയായിട്ടും ഞാൻ പിന്നീട്, സഅർജിഉ ഞാൻ തിരിച്ചു വരാം, ഫൗറൻ വേഗം തന്നെ, പെട്ടെന്ന് തന്നെ ഞാൻ എന്താവും, തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ സഅർജിഉ, റജഅ എന്ന് പറഞ്ഞാൽ മടങ്ങി, യർജിഉ അവന്, യർജിഉ എന്ന് പറഞ്ഞാൽ മടങ്ങും. അപ്പോൾ സഅർജിഉ ഞാൻ പെട്ടെന്ന് തന്നെ മടങ്ങി വരാം, ഫൗറൻ പെട്ടെന്ന്. ഓക്കെ, സഅർജിഉ ഫൗറൻ ഞാൻ പെട്ടെന്ന് തന്നെ മടങ്ങി വരാം. അസ്റഅ അലവി, അപ്പോൾ പറഞ്ഞിട്ട് പറയാനല്ല, പറയണേ എൻ്റെ ഒരു പോയ കാര്യം പറയാണ്. അസ്റഅ അലവി, ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ ആരാണ്? അലവി എന്ന് പറഞ്ഞ ഒരാളാണ്. അസ്റഅ അലവി ഇലാ മത്അമി അബീഹി. അസ്റഅ ഉളരി എന്നൊക്കെ പറയില്ലേ, പെട്ടെന്ന് പോയി. അലവി എന്തായി, പെട്ടെന്ന് പോയി. ഇലാ മത്അമി അബീഹി, തൻ്റെ ഉപ്പാൻ്റെ ഭക്ഷണശാലയിലേക്ക് അഥവാ ഹോട്ടലിലേക്ക് എന്തായി പോയി. മത്അം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, അതേതാണ്? ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്.
അസ്ര അലവി, അലവി എന്തായി പെട്ടെന്ന് തന്നെ പോയി ഇലാ മത്അമി, എങ്ങോട്ടാ പോയത്? ഹോട്ടലിലേക്ക് പോയി. അതും ആരുടെ ഹോട്ടലിലേക്കാണ്? അബിഹി, തൻ്റെ ഉപ്പാൻ്റെ ഹോട്ടലിലേക്ക് എന്തായി അലവി പോയി. ഓക്കെ, അസ്ര അലവി, അലവി എന്തായി ഉളരിപ്പോയി ഇലാ മത്അമി, ഹോട്ടലിലേക്ക്, അബിഹി, തൻ്റെ പിതാവിൻ്റെ ഹോട്ടലിലേക്ക് ഉളരിക്കൊണ്ടെന്തായി അവൻ പോയി. തനാവലൽ വജബത മസ്റൂറൻ, എന്നിട്ട് ആ ഹോട്ടലിൽ പോയിട്ട് അവൻ എന്താണ് ചെയ്തത്? തനാവല, അവൻ ഭക്ഷിച്ചു. തനാവലിൽ വജ്ബത, അവനെന്തായി ഭക്ഷണത്തെ, വജ്ബത്ത് എന്നാൽ ഫുഡ്, അത് ഉദ്ദേശിക്കുന്നത്. തനാവല, അവൻ ഭക്ഷിച്ചു. അൽ വജ്ബത, ഫുഡിനെ അവൻ ഭക്ഷിച്ചു, ഫുഡ് അവൻ കഴിച്ചു. മസ്റൂറൻ, വളരെയധികം സന്തോഷത്തോടെ എന്തായി അവൻ ഫുഡ് കഴിച്ചു. അപ്പോൾ തനാവല ഭക്ഷിച്ചു, അവൻ ഭക്ഷിച്ചു. അൽ വജ്ബത, ഫുഡ് അവൻ കഴിച്ചു. മസ്റൂറൻ, വളരെയധികം സന്തോഷത്തോടെ അവൻ അവൻ്റെ ഉപ്പാൻ്റെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടെന്തായി ഭക്ഷണമൊക്കെ കഴിച്ചു. ലാഹലഹു അബൂഹു മുഹയ്യദ്ദീൻ, ലാഹലഹു, അവനെ ശ്രദ്ധിച്ചു. ലാഹൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു എന്ന കാര്യം നമ്മൾ എക്സാമിനൊക്കെ കാണാം. ലാഹിൽ, നീ ശ്രദ്ധിക്കണമെന്നൊക്കെ അറിയില്ലേ, അതാ. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ലാഹിൽ, മുലാഹലത്ത് എന്നൊക്കെ പറയില്ലേ, ശ്രദ്ധ. അപ്പോൾ ലാഹലഹു, ശ്രദ്ധിച്ചു. അബൂഹു, തൻ്റെ പിതാവ് ശ്രദ്ധിച്ചു. മുഹ്യദ്ദീൻ, മുഹ്യദ്ദീൻ എന്തായി തൻ്റെ പിതാവ് ശ്രദ്ധിച്ചു. അപ്പോൾ മുഹ്യദ്ദീൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ തൻ്റെ പിതാവ് എന്തായി മുഹ്യദ്ദീൻ എന്ന് ശ്രദ്ധിച്ചു, ഇങ്ങനെ നോക്കി ഇങ്ങനെ നിന്നു. ഫഇദാ ഹുവ, ഫഇദാ, അപ്പോൾ ഹുവ, അവനാകുന്നത്, അഥവാ ആ മുഹ്യദ്ദീനാകുന്നത് എന്താ ചെയ്യുന്നത്? യഅ്കുലു ഖലീലൻ, അപ്പോൾ അവൻ്റെ പിതാവ് നോക്കിയപ്പോൾ എന്താണ് പിതാവ് കണ്ടത്? ഫഇദാ ഹുവ, അതാകുന്നത് യഅ്കുലു ഖലീലൻ വയുഖ്ഫി മൗസൻ വയഖ്റുജു മുതസല്ലിലൻ കആദതിഹി. ഫഇദാ ഹുവ, അപ്പോൾ യഅ്കുലു, അവൻ ഭക്ഷിക്കുന്നു. ഖലീലൻ, വളരെയധികം കുറച്ചെന്താവുന്നു അവൻ ഭക്ഷിക്കുന്നു. എന്താ പറഞ്ഞത്? ഫഇദാ, അപ്പോൾ ആകുന്നത്, ഹുവ, അവനാകുന്നത്, യഅ്കുലു ഖലീലൻ, വളരെയധികം കുറച്ചവൻ എന്താകുന്നു ഭക്ഷിക്കുന്നു. വയുഖ്ഫി, എന്നിട്ട് അവൻ എന്താകുന്നു മറച്ചു വെക്കുന്നു. അൽ മൗസൻ, വാഴപ്പഴത്തെ അവൻ എന്താകുന്നു മറച്ചു വെക്കുന്നു. അപ്പോൾ അവൻ്റെ ഉപ്പാൻ്റെ ഹോട്ടലിൽ പോയിട്ട് അവൻ കുറച്ചൊക്കെ ഭക്ഷിച്ചു, വളരെയധികം കുറച്ച് ഭക്ഷിച്ചിട്ട് ബാക്കിയുള്ള അവിടുത്തെ വാഴപ്പഴമൊക്കെ എന്തായി അവൻ മറച്ചു വെച്ചു. വയഖ്റുജു, അവൻ പുറപ്പെട്ടു പോയി, അതിൽ നിന്ന് അവൻ തിരിച്ചു പോയി, മടങ്ങി. അതാ ഹോട്ടലിൽ നിന്ന് അവൻ പുറപ്പെട്ടു. മുതസല്ലിലൻ, പതുങ്ങിന്നൊക്കെ പറയില്ലേ, വളരെയധികം പതുങ്ങിയാണ്ടൊക്കെ പറയില്ല നമ്മൾ. അപ്പം മുതസല്ലിലൻ, പതുങ്ങിക്കൊണ്ടെന്തായി അവൻ ആ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെ പോന്നു. കആദതി, തൻ്റെ പതിവ് പോലെ അവൻ എന്തായി, അവൻ്റെ പതിവ് പോലെ തന്നെ അവൻ ആ ഹോട്ടലിൽ നിന്ന് എന്തായി പതുങ്ങി എന്തായി അതിലേക്ക് ഹോട്ടലിൽ നിന്ന് പുറത്തു പോന്നു. അപ്പോൾ എന്താ ഇവിടെ ഈ ഒരു ഫസ്റ്റത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്? അലവി എന്ന് പറഞ്ഞ ഒരാൾ തൻ്റെ സഹോദരന് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ എന്തായി തൻ്റെ പിതാവിൻ്റെ ഹോട്ടലിലേക്ക് പോയിക്കൊണ്ട് അവിടെ നിന്ന് എന്തായി വളരെയധികം സന്തോഷത്തോടെ, വജ്ബത്ത് എന്ന് പറഞ്ഞാൽ ഫുഡ്, വളരെയധികം സന്തോഷത്തോടെ അവൻ അവിടെ നിന്ന് എന്തായി ഫുഡൊക്കെ കഴിച്ചു. ലഹലഹു, അപ്പോൾ അങ്ങനെ ഫുഡ് ഇങ്ങനെ കഴിക്കുമ്പോഴാണ് തൻ്റെ പിതാവ് അവനെങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ എന്താ കണ്ടത്? തൻ്റെ പിതാവ് അവന് ഫുഡ് ഇങ്ങനെ കഴിക്കുന്നതുകൊണ്ട് അതിന് വാഴപ്പഴത്തേക്ക് അവനിങ്ങനെ മറച്ചു വെച്ചു. എന്നിട്ട് എന്തായി അവിടെ നിന്ന് പതുങ്ങി എന്തായി ആ ഹോട്ടലിൽ നിന്ന് അവൻ പോയി, തൻ്റെ പതിവ് പോലെ എന്തായി പോയി എന്നാണ് ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. മറത്തിൽ അയ്യാം യൗമൻ കാന അലവി യഊദു മഅ സുമലാഇഹി മിനൽ മദ്റസതി വദഖല അൽ മത്അമ ലിതനാവുൽ അൽ വജബത്തിൽ ഖഫീഫ ജാഅ ഇലൈഹി വാലിദുഹു മുഹ്യദ്ദീൻ വസഅല മുതലാഹിറൻ ബിഗളബി വഫി യദിഹി ഊദുൻ മൻ തുഅതിൽ മൗസ വതുതഇമുഹു കുല്ല യൗം. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു പാരഗ്രാഫ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറത്തിൽ അയ്യാം, മറ എന്ന് പറഞ്ഞാൽ നടന്നു എന്നൊക്കെ പറയില്ല, സാധാരണ ഒരാൾ നടന്നു പോയി എന്നൊക്കെയാണ് അവിടെ പറയല്. പക്ഷെ ഇവിടെ എന്താണ്? മറത്തിൽ അയ്യാം, യൗമിൻ എന്നതിൻ്റെ ജംആണ് അയ്യാമ്. യൗമിൻ ദിവസം, അയ്യാം ദിവസങ്ങൾ. ഓക്കെ, അപ്പോൾ മറത്തിൽ അയ്യാം കുറേ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. യൗമൻ ഒരു ദിവസം. കാന അലവി യഊദു മഅ സുമലാഇഹി മിനൽ മദ്റസതി, കാന അലവി, അലവി ആയിരുന്നു. യൗമൻ ഒരു ദിവസം. കാന അലവി, അലവി ആയിരുന്നു. യഊദു മഅ സുമലാഹി,
തൻ്റെ സുമലാ നാസ്തിക അഥവാ തൻ്റെ കൂട്ടുകാരുടെ കൂടെ അവൻ മടങ്ങുകയായിരുന്നു. അപ്പോൾ കാന അലവിയായിരുന്നു. യഅൂദു അവൻ മടങ്ങുകയായിരുന്നു. മഅ സുമലാഇഹി തൻ്റെ കൂട്ടുകാരുടെ കൂടെ അലവി എന്ന് മടങ്ങി ഇങ്ങനെ പോരുകയായിരുന്നു. മിനൽ മദ്രസയിൽ നിന്ന് തൻ്റെ കൂട്ടുകാരുടെ കൂടെ അവനെന്താ കൂട്ടുകാരുടെ കൂടെ മടങ്ങി ഇങ്ങനെ പോരുകയാണ്. സ്കൂളൊക്കെ വിട്ടിട്ട് അവന് കൂട്ടുകാരുടെ കൂടെ അവന് മടങ്ങി ഇങ്ങനെ പോരുകയാണ്. അങ്ങനെ മടങ്ങി പോരുന്ന ടൈമിൽ എന്തായി വദഖലൽ മത്അമ ലിതനാവുലൽ വജ്ബത്തിൽ ഖഫീഫ അവന് പോരാനിക്കണ തൻ്റെ പിതാവിൻ്റെ കട ഹോട്ടല്. അപ്പം എന്തായി വദഖലൽ മത്അമ എന്തായി ആ ഹോട്ടലിലേക്ക് പ്രവേശിച്ചു. ലിതനാവുലൽ വജ്ബത്തിൽ ഖഫീഫ വജ്ബത്ത് എന്നാൽ ഫുഡ്, അൽ ഖഫീഫ എന്നാൽ ലഘു. വളരെ ചെറിയ ചെറിയ ലഘു ഭക്ഷണം ഉണ്ടാവൂലേ, സ്നാക്സ് ഒക്കെ ഉണ്ടാവൂലേ, അത് ഉദ്ദേശിക്കുന്നത്. അത് ഭക്ഷിക്കാൻ വേണ്ടി അവൻ കയറി. വദഖലാൻ പ്രവേശിച്ചു അൽ മത്അമ ആ ഹോട്ടലിലേക്ക് അവൻ പ്രവേശിച്ചു. ലിതനാവുലിൽ വജ്ബത്തിൽ ഖഫീഫ ആ ലഘുഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്തായി അവൻ അതിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ വദഖലാൻ പ്രവേശിച്ചു അൽ മത്അമ ഹോട്ടലിലേക്ക് പ്രവേശിച്ചു. ലിതനാവുലിൽ വജ്ബത്തിൽ ഖഫീഫ ലഘുവായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവൻ ഹോട്ടലിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ ആ ഹോട്ടലിൽ നിന്ന് അവൻ ആ ലഘുവായ ഭക്ഷണം കഴിക്കാൻ പ്രവേശിച്ച ടൈമിലാണ് ജാഅ ഇലൈഹി വാലിദുഹു മുഹ്യദ്ദീൻ വസഅല മുതളാഹിറൻ ബിഗളബി വഫീ യദിഹി ഔദുൻ. ജാഅ ഇലൈഹി അവനിലേക്ക് വന്നു. വാലിദുഹു തൻ്റെ പിതാവ് എന്തായി അവനിലേക്ക് വന്നു. തൻ്റെ പിതാവ് അടുത്തേക്ക് വന്നു. അവൻ ഭക്ഷണം കഴിക്കുന്ന ഇടയിൽ തൻ്റെ പിതാവ് വന്നു. പിതാവ് എന്തായി അലവിൻ്റെ അടുത്തിലേക്ക് വന്നു. അവൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? മുഹ്യദ്ദീൻ എന്ന തൻ്റെ പിതാവ് എന്തായി അവൻ്റെ അടുത്തിലേക്ക് വന്നിട്ട് വസഅല എന്നിട്ട് ചോദിച്ചു. മുതളാഹിറൻ വെളിവാക്കിക്കൊണ്ടാണ് ചോദിച്ചത്. തൻ്റെ പിതാവ് ചോദിച്ചത്. വസഅല തൻ്റെ പിതാവ് ചോദിച്ചു. മുതളാഹിറൻ വെളിവാക്കിക്കൊണ്ട് ചോദിച്ചു. ബിൽ ഗളബി ദേഷ്യം വെളിവാക്കിക്കൊണ്ട് തൻ്റെ പിതാവ് ചോദിച്ചു. വഫീ യദിഹി തൻ്റെ പിതാവിൻ്റെ കയ്യിൽ ഉണ്ട് ഔദുൻ ഒരു വടിയുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ആ അലവി ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കെ തൻ്റെ പിതാവ് തൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് വളരെയധികം ദേഷ്യത്തോടെ എന്തായി ചോദിച്ചു. ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് എന്തായി ചോദിച്ചു. മാത്രമല്ല തൻ്റെ പിതാവിൻ്റെ കയ്യിൽ ഔദുൻ ഒരു വടിയും ഉണ്ടായിരുന്നു. എന്നിട്ട് ചോദിച്ചു മൻ തുഅത്തിൽ മൗസ നീ ആർക്കാണ് തുഅത്തി നീ നൽകുന്നത്? അൽ മൗസ വാഴപ്പഴത്തെ നീ ആർക്കാണ് നൽകുന്നത് എന്ന് ചോദിച്ചു. മൻ തുഅത്തി നീ ആർക്കാണ് നൽകുന്നത്? അൽ മൗസ വാഴപ്പഴത്തെ നീ ആർക്കാണ് നൽകുന്നത്? വതുതഇമുഹു കുല്ല യൗം ആരെയാണ് നീ ദിവസവും ഭക്ഷിപ്പിക്കുന്നത്? ആർക്കാണ് നീ ദിവസവും ഫുഡ് കൊടുക്കുന്നത്? ഓക്കെ, അപ്പോൾ ചോദിക്കാണ്, വളരെയധികം ദേഷ്യത്തോടെ ചോദിക്കാണ്. മൻ തുഅത്തിൽ മൗസ ആർക്കാണ് നീ എന്താവുന്നത് വാഴപ്പഴത്തെ നൽകുന്നത്? വതുതഇമുഹു കുല്ല യൗം എല്ലാ ദിവസവും നീ ആരെയാണ് ഭക്ഷിപ്പിക്കുന്നത്? ആർക്കാണ് നീ ഫുഡ് കൊടുക്കുന്നത്? ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു സെക്കൻഡ് പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? കുറേ ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോയി. എന്നിട്ട് ഒരു ദിവസം എന്തായി തൻ്റെ അലവി തൻ്റെ കൂട്ടുകാരുടെ കൂടെ അവൻ്റെ മദ്രസയൊക്കെ വിട്ടുകൊണ്ട് സ്കൂളൊക്കെ വിട്ടുകൊണ്ട് വൈകുന്നേരം ഇങ്ങനെ പോരുന്ന വഴിക്ക് തൻ്റെ പിതാവിൻ്റെ ഹോട്ടലിലേക്ക് എന്തായി കയറി. എന്തിനു വേണ്ടിയിട്ടാണ്? അൽ വജ്ബത്തിൽ ലിതനാവുല വജ്ബത്തൽ ഖഫീഫ വളരെയധികം ലഘുവായ ഒരു സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായി തൻ്റെ പിതാവിൻ്റെ ഹോട്ടലിലേക്ക് പ്രവേശിച്ചു. അപ്പം എന്തായി ഹോട്ടലിലേക്ക് കയറിയപ്പോൾ എന്തായി തൻ്റെ അടുത്തേക്ക് തൻ്റെ പിതാവ് വന്നിട്ട് ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് എന്തായി ചോദിച്ചു, നീ ആർക്കാണ് ഈ പഴം നൽകുന്നത്? ഈ വാഴപ്പഴത്തെ ആർക്കാണ് നീ നൽകുന്നത്? വളരെയധികം ദേഷ്യത്തോടെയാണ് ചോദിച്ചത്. നീ ആർക്കാണ് ഈ പഴത്തെ നൽകുന്നത്? വതുതഇമുഹു കുല്ല യൗം എല്ലാ ദിവസവും നീ ആരെയാണ് ഭക്ഷിപ്പിക്കുന്നത്? ഓക്കെ, നീ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. വജമഅ അലി വലം യൽഫിള് ശൈഅൻ ഫസ്തദ്ദൽ ഗളബുൽ വാലിദി ഫബദഅ യളിരിബുഹു വയളിരിബു ഖാഫ ഓഫിന്ദൻ അൽ വാലിദുൽ ഫഖീറുൽ ലദി യസ്ബഉൽ ബിജൂദി സദീഖിഹി അലവി الولد الفقير الذي يشبع بجود صديقه علوي
إن أبدأ علوي اسمه سيكون ذلك له عارا وعيبا لكن صبر علوي واصطبر ليحفظ عزة صديقه غوفندن. ഓക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? വജമ അലൈ, അങ്ങനെ തൻ്റെ പിതാവ് ചോദിച്ചപ്പോൾ വജമ അലവി, അലവി എന്തായി? മിണ്ടാതിരുന്നു. അലവി വജമ അലവി, അലവി മൗനനായിക്കൊണ്ട് നിന്നു. വജമ മുണ്ടാതിരുന്നു, സൗമ്യനായിക്കൊണ്ടിരുന്നു, മിണ്ടാതിരുന്നു. അലവി, അലവി എന്തായി? മിണ്ടാതിരുന്നു. വലം യൽഫിദ്, അവൻ ഉച്ചരിച്ചിട്ടില്ല, അവനൊന്നും പറഞ്ഞിട്ടില്ല. ഷൈഅൻ, ഒരു വാക്ക് പോലും അവന് പറഞ്ഞില്ല, ഒന്നും മിണ്ടില്ല, മിണ്ടാതിരുന്നു. വലം യൽഫിദ്, ഒന്നും മിണ്ടിയില്ല. ഷൈഅൻ, ഒന്നും ഒരു വസ്തുവും മിണ്ടിയില്ല, അവൻ മിണ്ടാതിരുന്നു. ഫസ്തദ്ദൽ, അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ഫസ്തദ്ദൽ ഗളബുൽ വാലിദി, ഫസ്തദ്ദ കഠിനമായി, അൽ ഗളബു ദേഷ്യം, അൽ വാലിദി തൻ്റെ പിതാവിൻ്റെ ദേഷ്യം കഠിനമായി. ഫസ്തദ്ദ കഠിനമായി, ഗളബുൽ വാലിദി, ഫസ്തദ്ദ കഠിനമായി, ഗളബുൽ വാലിദി തൻ്റെ പിതാവിൻ്റെ ദേഷ്യം കഠിനമായി. ഓക്കെ, ഫസ്തദ്ദ ഗളബുൽ വാലിദി തൻ്റെ പിതാവിൻ്റെ ദേഷ്യം കഠിനമായി. ഫബദഅ യളിരിബുഹു വയളിരിബു, ഫബദഅ അങ്ങനെ തുടങ്ങി, യളിരിബുഹു അടിക്കാൻ തുടങ്ങി, വയളിരിബു വീണ്ടും അടിക്കാൻ തുടങ്ങി, അങ്ങനെ നിർത്താതെ അടിക്കാൻ തുടങ്ങി. യളിരിബുഹു, യളിരിബു എന്ന് ഉദ്ദേശിക്കുന്നത് വീണ്ടും വീണ്ടും തല്ലുക എന്ന് പറയില്ല, അതിനവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഫബദഅ അപ്പോൾ തുടങ്ങി, യളിരിബുഹു അടിക്കാൻ തുടങ്ങി, വയളിരിബു പിന്നെയും പിന്നെയും അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഖാഫ ഖോഫിന്ദൻ, അങ്ങനെ ഇങ്ങനെ അലവിനെ തൻ്റെ പിതാവ് ഇങ്ങനെ തച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഖാഫ ഖോഫിന്ദൻ, ഖാഫ ഭയപ്പെട്ടു, ഗോവിന്ദൻ എന്തായി? ഭയപ്പെട്ടു. അപ്പം ആരാണ് ഈ ഗോവിന്ദൻ? ഗോവിന്ദൻ നമ്മൾ ആദ്യമായിട്ട് കേൾക്കണമല്ലോ. അപ്പം ആരാണ് ഈ ഗോവിന്ദൻ? അത് നമുക്ക് നോക്കാം. അൽ വലദുൽ ഫഖീറുല്ലദി യസ്ബഉ ബിജൂദി സ്വദീഖിഹി അലവി. അൽ വലദുൽ ഫഖീറു, വളരെയധികം ഫക്കീറായ ഒരു കുട്ടിയാണ്. അൽ വലദു കുട്ടിയാണ്. അൽ ഫക്കീറു ഫക്കീറായ ഒരു കുട്ടിയാണ്. അല്ലദി അൽ വലദു കുട്ടിയാണ്. അൽ ഫക്കീറു ഫക്കീറായ കുട്ടിയാണ്, പാവപ്പെട്ടൊരു കുട്ടിയാണ്. അല്ലദി എങ്ങനത്തെ കുട്ടിയാണ്? യസ്ബഉ അവൻ വിശപ്പടക്കുന്നു. ഓക്കെ, ബിജൂദി സ്വദീഖിഹി തൻ്റെ കൂട്ടുകാരൻ്റെ ഔദാര്യം കൊണ്ടാണ്, തൻ്റെ കൂട്ടുകാരൻ്റെ ഔദാര്യം കൊണ്ടാണ് അവൻ എന്താകുന്നത്? തൻ്റെ വിശപ്പടക്കുന്നത്. അൽ വലദുൽ ഫഖീറു, അൽ വലദുൽ ഫഖീറു അവൻ ആരാണ്? ആ ഗോവിന്ദൻ ആരാണ് പറഞ്ഞിട്ടാണ്? അൽ വലദു കുട്ടിയാണ്. അൽ ഫഖീറു ഫക്കീറായ പാവപ്പെട്ടൊരു കുട്ടിയാണ്. അല്ലദി എങ്ങനത്തെ കുട്ടിയാണ്? യസ്ബഉ അവൻ വിശപ്പടക്കുന്നു. ബിജൂദി സ്വദീഖിഹി തൻ്റെ കൂട്ടുകാരൻ്റെ ഔദാര്യം കൊണ്ടാണ് അവൻ വിശപ്പടക്കുന്നത്. അൽ അലവി അഥവാ എൻ്റെ കൂട്ടുകാരൻ അലവി, ആ അലവി തൻ്റെ ഉപ്പാൻ്റെ കടയിൽ നിന്ന് കൊണ്ടു കൊടുക്കുന്ന ഓരോ പഴങ്ങളും അതേപോലെ തന്നെ ചെറിയ ലഘുവായ വജ്ബത്തുൽ ഖഫീഫത്ത് ലഘുവായ സ്നാക്സ് കൊണ്ടൊക്കെയാണ് അവൻ എന്താവുന്നത്? അവൻ്റെ വിശപ്പടക്കുന്നത്, ആ ഗോവിന്ദൻ്റെ വിശപ്പടക്കുന്നത്. ഇൻ അബ്ദ അലവി ഇസ്മുഹു, ഇൻ അബ്ദ വെളിവാക്കുകയാണെങ്കിൽ, അലവി വെളിവാക്കുകയാണെങ്കിൽ, ഇസ്മഹു തൻ്റെ പേര് വെളിവാക്കുകയാണെങ്കിൽ, അലവി അഥവാ തൻ്റെ കൂട്ടുകാരൻ്റെ പേര് വെളിവാക്കുകയാണെങ്കിൽ, സയകൂനു ദാലിക അപ്പോൾ അതാകുന്നതാണ്, അങ്ങനെ വെളിവാക്കിയാൽ ആകുന്നതാണ്. ലഹു ആറൻ വ ഐബൻ, അത് അവനക്കൊരു അവനക്കൊരു മോശത്തരമാവുന്നതാണ്, ഒരു മോശത്തരമാവുന്നതാണ്. തൻ്റെ പേര് തൻ്റെ പിതാവിൻ്റെ മുന്നിൽ തൻ്റെ കൂട്ടുകാരൻ്റെ പേര്, ആ കൂട്ടുകാരൻ്റെ പേര് വെളിവാക്കുകയാണെങ്കിൽ തനിക്കൊരു മോശത്തരമാകുന്നതാണ്, ആ കൂട്ടുകാരനൊരു മോശത്തരമാകുന്നതാണ്. ലാക്കിൻ പക്ഷേ അപ്പോൾ വെളിവാക്കിയിട്ടില്ല, അലവി എന്തായിട്ടില്ല, തൻ്റെ പിതാവിൻ്റെ മുന്നിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ പേരെന്തായിട്ടില്ല, വെളിവാക്കിയിട്ടില്ല. ഇൻ അബ്ദ അലവി വെളിവാക്കുകയാണെങ്കിൽ എന്നാ പറഞ്ഞത്. ഇൻ അബ്ദ അലവി വെളിവാക്കുകയാണെങ്കിൽ, ഇസ്മഹു തൻ്റെ കൂട്ടുകാരൻ്റെ പേര് ആ ഗോവിന്ദനാണ് എന്ന്, ഗോവിന്ദന് വേണ്ടിയാണ് ഞാൻ ഭക്ഷണം ഇങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കുന്നത്, വളരെയധികം പാവപ്പെട്ടൊരു കുട്ടിയാണ് എന്നിങ്ങനെ വെളിവാക്കുകയാണെങ്കിൽ
സയകൂനു ദാലിക തീർച്ചയായിട്ടും ആകുന്നതാണ് ദാലിക ലഹു ആറൻ വഐബൻ അതെനിക്കൊരു മോശത്തരമാകുന്നതാണ്, ആ ഗോവിന്ദനൊരു മോശത്തരമാകുന്നതാണ്. ലാക്കിൻ പക്ഷേ പറഞ്ഞില്ല, അലവി അങ്ങനെ ഒന്നും പറഞ്ഞില്ല തൻ്റെ പിതാവിനോട്. ലാക്കിൻ പകരം സ്വബറ അലവി, അലവി എന്തായി വളരെയധികം ക്ഷമിച്ചു. വസ്തബറ അവൻ ക്ഷമിച്ചു. ലിയഹ്ഫിള അവൻ സൂക്ഷിക്കാൻ വേണ്ടി ഇസ്സത സ്വദീഖിഹി ഗോവിന്ദൻ, അവന് ഗോവിന്ദൻ എന്ന സഹോദരൻ്റെ അഭിമാനം സൂക്ഷിക്കാൻ വേണ്ടി അവൻ ക്ഷമിച്ചു നിന്നു. എന്താ പറഞ്ഞത്? ലാക്കിൻ പക്ഷേ, ലാക്കിൻ എങ്കിലും സ്വബറ അലവി, അലവി വളരെയധികം ക്ഷമയായിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. തൻ്റെ പിതാവിൻ്റെ കയ്യിൽ നിന്നും അടി കിട്ടിക്കൊണ്ട് അവിടെ നിന്നു. വസ്തബറ അവന് ക്ഷമിച്ചു, അവൻ ക്ഷമയോടെ നിന്നു. ലിയഹ്ഫിള എന്തിനു വേണ്ടിയിട്ടാണ് അവൻ ക്ഷമയോടെ നിന്നത്? ലിയഹ്ഫിള സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഇസ്സത സ്വദീഖിഹി ഗോവിന്ദൻ അവൻ്റെ കൂട്ടുകാരനായ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അഭിമാനം, സ്വദീഖി തൻ്റെ കൂട്ടുകാരൻ്റെ ഗോവിന്ദൻ എന്ന തൻ്റെ കൂട്ടുകാരൻ്റെ ഇസ്സത്ത് അഭിമാനം സൂക്ഷിക്കാൻ വേണ്ടി എന്തായി വളരെയധികം ക്ഷമയായി കൊണ്ട് അവൻ അവിടെ എന്തായി നിന്നു. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു മൂന്നാമത്തെ പാരഗ്രാഫിൽ കൂടി നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? അലവിൻ്റെ ഉപ്പത്തി വളരെയധികം ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു, നീ ആർക്കാണ് ഈ പഴങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നത്? അപ്പോൾ വജമ എന്ന് പറഞ്ഞാൽ മൗനിനായിക്കൊണ്ട് നിന്നു, ഒന്നും മിണ്ടാതിരുന്നു. അലവി മിണ്ടാതിരുന്നു, ഒരക്ഷരം പോലും ഉച്ചരിച്ചില്ല അലവി. അപ്പോൾ എന്തായി? അങ്ങനെ നിന്നപ്പോഴാണ് തൻ്റെ പിതാവിൻ്റെ ദേഷ്യം കഠിനമായത്. തൻ്റെ പിതാവിൻ്റെ ദേഷ്യം കഠിനമായപ്പോൾ തൻ്റെ ആ എഴുത്തു നിൽക്കുന്ന ആ ഗോവിന്ദൻ എന്ന തൻ്റെ കൂട്ടുകാരൻ എന്തായി വളരെയധികം ഭയപ്പെട്ടു. എന്തിനാണ് ഭയപ്പെട്ടത്? ആ കുട്ടി ഗോവിന്ദൻ പറഞ്ഞാൽ ആരാണ്? വൽ വലദുൽ ഫഖീറുല്ലദി യശ്ബഉ ബിജൂദി സ്വദീഖിഹി അലവി, ഒരു ഫക്കീറായ കുട്ടിയാണ്. ആ കുട്ടി എന്താണ്? ആ അലവി കൊടുക്കുന്ന ഭക്ഷണം കൊണ്ടാണ് തൻ്റെ വയറ് നിറക്കുന്നത്, തൻ്റെ വിശപ്പടക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ അഥവാ അലവി തൻ്റെ പിതാവിൻ്റെ മുന്നിൽ അവൻ്റെ പേര് വെളിവാക്കുകയാണെങ്കിൽ അത് ആ ഗോവിന്ദന് ഒരു മോശത്തരമാകുന്നതാണ്. പക്ഷേ സ്വബറ അലവി എന്തായി വളരെയധികം ക്ഷമയോടെയാണ് നിന്നത്. എന്നിട്ട് ക്ഷമയോടെ നിന്ന്, എന്തിനാണ് ക്ഷമയോടെ നിന്നത്? തൻ്റെ കൂട്ടുകാരൻ്റെ ഇസ്സത്ത് അഭിമാനം സൂക്ഷിക്കാൻ വേണ്ടി എന്തായി വളരെയധികം ക്ഷമയോടെ നിന്നു. ഇതാണ് നമ്മൾ ഈ ഒരു മൂന്നാമത്തെ പാരഗ്രാഫിൽ കൂടി ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നോക്കാം. ഹൽ തഅരിഫു മൻ ഹുവ ഗോവിന്ദൻ, ഹൽ തഅരിഫു നിനക്കറിയാമോ, മൻ ഹുവ ആരാണ്, ഗോവിന്ദൻ ആരാണെന്ന് നിനക്ക് അറിയാമോ എന്നാണ്. അപ്പോൾ ഇനി താറഫ് നമുക്കറിയാം. ഇനിയിപ്പോൾ ആ ഗോവിന്ദനെ കുറിച്ചിട്ട് ഈ ഒരു എഴുതിയ ആൾ ഗോവിന്ദൻ എന്നാണ്, ഇടശ്ശേരി ഗോവിന്ദൻ നായർ ആണ്. ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഈ ഒരു ചെറിയൊരു കുറിപ്പ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിലായിക്കൊണ്ട് എന്താവാൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത വല്ല വേർഡ്സിൻ്റെ മീനിങ്ങോ ഇന്ത്യയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. കമൻറ്റിൽ റീപ്ലൈ ആയിക്കൊണ്ട് ഞങ്ങൾ അതിന് ആൻസർ തരുന്നതാണ്. ഓക്കെ, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മളെ ഓരോ അറബിക്കിൻ്റെ ക്ലാസ് നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ. അസ്സലാമു അലൈക്കും.